ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ചിക്കനും കപ്പയും വെച്ചിട്ടാണ് കേട്ടോ അന്ന് നമ്മൾ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നത്. ബീഫ് വെച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കപ്പയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ടെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഈ ഒരു കപ്പ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പോൾ ദാ കപ്പ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കനും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചതാണ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 ടീസ്പൂൺ ഗരം മസാല അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടെടുക്കുക. ഈ മസാലേൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കൻ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളെ കപ്പ വേവാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 1/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് കപ്പ. ഇനി ബാക്കി ചിക്കൻ്റെ കൂടെ ഈ കുക്കറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കപ്പയും ഇതുപോലെ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഈ ഒരു ചിക്കനിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ ബിരിയാണിയിലേക്ക് തേങ്ങ ഇതുപോലെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ചിക്കന് അവിടെ ഒരു വിസിലൊക്കെ വന്ന് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാവുന്നതാണ്. ഈ ടൈമിൽ നമുക്ക് ഈ തേങ്ങ വറുത്തതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും കപ്പയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ തേങ്ങ വറുത്തരച്ച ആ ഒരു മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് തേങ്ങ വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ അതൊന്ന് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഈ ഒരു വറുത്തരച്ച തേങ്ങയും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.